ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ കുറേ ദിവസമായി നമ്മളൊരു വീഡിയോ ഇട്ടിട്ട് ഈ വീഡിയോ കുറേ ദിവസം മുന്നേ ചെയ്തു വെച്ചായിരുന്നു, പക്ഷേ എനിക്ക് അപ്ലോഡ് ചെയ്യാനുള്ളൊരു ഗ്യാപ്പ് കിട്ടിയില്ല. അതുപോലെ പിന്നെ ഒരുപാട് വീഡിയോസ് പെൻഡിങ് ഉണ്ട്, എല്ലാം വരാൻ പോകുന്നുണ്ട് ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് ഒരു സഫാരി സ്റ്റോമിൻ്റെ ഒരു വീഡിയോ ആണ്. നമ്മളെ ഡൈക്കോറുമായിട്ട് ആദ്യമായിട്ടാണ് ഒരു സ്റ്റോം ഒരുമിച്ച് നിർത്തിയിട്ട് ഒരു ഫോട്ടോഷൂട്ടോ അല്ലെങ്കിൽ വീഡിയോ ചെയ്യുന്നത്. ഞാനും എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഒരു സ്റ്റോം യൂസ് ചെയ്യുന്നത്, ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ ഓടിച്ച് നോക്കുന്നത്. അപ്പോൾ നമ്മളെ ഗ്രൂപ്പിൽ തന്നെ ഉള്ള വണ്ടിയാണ് അസ്ലംക. ഇതിൻ്റെ ഓണറുടെ പേര് അസ്ലംക എന്നാണ്. മൂപ്പര് ഇവിടെ ബാലുശ്ശേരി അടുത്താണ് സ്ഥലം. അപ്പോൾ പുള്ളി നമ്മളെ വീട്ടിലേക്ക് വന്നായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു ചെറിയൊരു സൈറ്റ് നോക്കി കിട്ടാവുന്നൊരു ഗ്യാപ്പിൽ വളരെ ചുരുങ്ങിയ സെറ്റപ്പിലൊരു വീഡിയോ എടുത്താണ്. അങ്ങനെ എന്താ പറയുക, പ്രൊഫഷണലായിട്ടുള്ളൊരു വീഡിയോ ആയിട്ട് കണക്കൂട്ടേ വേണ്ട, നമ്മളൊരു ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് ഇത് അപ്ലോഡ് ചെയ്യുന്നു, അത്രയേ ഉള്ളൂ കേട്ടോ. നിങ്ങൾക്ക് ഒരു ചെറിയൊരു ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ കണ്ടോട്ടെ എന്ന് വിചാരിച്ചു, അത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോ നോക്കാം. എൻ്റെ ഫോണിൽ ബാറ്ററിക്ക് ചാർജ് ചെയ്തിട്ട് സ്റ്റോം ഇത് എത്ര 2014 VX ടോപ്പിൻ്റെ വേരിയൻ്റ് കേട്ടോ. നല്ല രസമുണ്ട് ഈ വണ്ടി ഓടിക്കാനേ. നമ്മൾ ഈ ഡൈക്കോർ ഓടിച്ചിട്ട് ഇത് ഞാൻ ആദ്യമായിട്ടാണ് ഓടിക്കുന്നത്. നല്ല കംഫർട്ട്, സസ്പെൻഷൻ എല്ലാം കൊണ്ട്. ഇതിൻ്റെ വണ്ടീൻ്റെ ഇൻറ്റീരിയറൊക്കെ കാണിച്ചു തരാം. നല്ല ഫൂട്ടറസ്റ്റാണ് കേട്ടോ, അടിപൊളി ഫൂട്ടറസ്റ്റാണ്. ടച്ച് സ്ക്രീനോ എല്ലാം വെച്ചാൽ നല്ല കിട്ടില്ല വണ്ടി, നീറ്റ്. ഒന്നിന് ഏതായിട്ടാ? രണ്ടെണ്ണം കൂടി ഏതായാലുള്ളൂ, കുഴപ്പമില്ലല്ലോ. അല്ല, നമ്മളെ ടാറ്റയുടെ ഒറിജിനലിന് ഡൈക്കോറിൻ്റെ തന്നെ ഒരു സൈഡ് 7000 വരുന്നുണ്ട് ബൂട്ട് മേൽ നോക്കുമ്പോൾ. ആ ഇത് ലാഭമല്ലേ, ഇതെല്ലാം അല്ലേ. എന്നാ ഒരു ചെരിവുള്ളതാ, അത് സ്ട്രൈറ്റ് ആക്കിയാൽ പോരാ. ഈ നില തന്നെ കഴിച്ച് വണ്ടി ഒന്ന് ഓടിച്ചു നോക്കുന്നതാണ്. പക്ഷെ പുള്ളിക്ക് ഒരിക്കലും ഇഷ്ടപ്പെടാൻ ചാൻസ് ഇല്ല. നമ്മളെ വണ്ടി പഴയതും അതിൻ്റെ ആ കംഫർട്ട് ഫീലിങ്ങും കുറവായിരിക്കും. എല്ലാം ടൈറ്റും സ്മൂത്തും ഉണ്ടാവില്ല. ഇതൊരു പുഴേൻ്റെ സൈഡാണ് കേട്ടോ, പുഴയല്ല, ഒരു കനാൽ. എത്ര വർഷം പഴക്കമുണ്ട്? 8-6 വർഷം പഴക്കമുള്ള വണ്ടിയാണ് നമ്മളത്. ഇതിന് 6 വർഷം ഗ്യാപ്പ് ഫീച്ചേഴ്സിന് എല്ലാത്തിനും ഉണ്ടാവും. ഇത് തിരിക്കാൻ പോകുന്നു. ഇത് ലൈറ്റ് മറ്റേ പ്രൊജക്ടറെല്ലാം മാറ്റിയതാണ് കേട്ടോ, പുതിയ പ്രൊജക്ടർ ഇട്ടതാണ്. മറ്റേ ആൻസൺ ചേട്ടൻ്റെ വർക്കാണ്. ഞാൻ അതിൻ്റെ ലൈറ്റിൻ്റെ പവർ കാണിച്ചു തരാം. ഇട്ടാ മറ്റേ ഹൈലൈറ്റ് ഇട്ടാ, ഹൈ ബീം. ഓ ജാതിയല്ല, തുളച്ചങ്ങോട്ട് പോകുന്നില്ലേ. അതിനൊരു സൗണ്ട് വരുന്നില്ലല്ലോ അല്ലേ? ആ നല്ല സന്ധ്യ. എന്നാ പോട്ടെ ഓടിച്ചോ. ആടുന്നോ? തീരെ സൗണ്ടില്ല സാധനത്തിന്. എനിക്കങ്ങനെ ഇഷ്ടമായി വണ്ടി. ആകെ സ്റ്റെപ്പിനി കവറാണ് നമുക്ക് ആകെ സ്റ്റോമിൽ ഇല്ല എന്ന് തോന്നുന്നുള്ളൂ. സ്റ്റോമിൻ്റെ കംഫർട്ട് വേറെ ലെവലാണ് ഓടിച്ച് നോക്കിയപ്പോൾ. പോട്ടെ, ആടെ നിർത്തി എൻ്റെ ലൈറ്റ് കേട്ടോ. ഇങ്ങോട്ടേക്ക് ഒരു വണ്ടി വരില്ലേ? ആ
ആ ആ ആ ആ പക്ഷെ എൻ്റെ ഫോഗ് ലൈറ്റ് ഒന്നും കത്തുന്നില്ല. അതാണ് കറക്റ്റ് ലൈറ്റ് കേട്ടോ. എൻ്റെ വണ്ടീൻ്റെ വെളിച്ചോ അതിൻ്റെ വെളിച്ചവും കൂടെ നോക്കിയത്. നമ്മളങ്ങനെ അധികം സമയം അവിടെ നിന്ന് ചിലവഴിക്കാതെ തിരിച്ചിങ്ങോട്ട് പോന്നു. നൈറ്റ് ആയല്ലോ. പിന്നെയെന്ന് വെച്ചാൽ ഈ വീഡിയോ എടുക്കുന്നത് നമ്മുടെ ഡാഷ് ക്യാം എന്നാണ് കേട്ടോ. സ്റ്റോമിൻ്റെ ഡാഷ് ക്യാമിൻ്റെ ക്ലിയർ എന്ന് പറയുന്നത് ഞാൻ എൻ്റെ ഫോണിൽ നിന്ന് എടുക്കുന്നതിനേക്കാളും ക്വാളിറ്റി ഉണ്ടായിരുന്നു. പക്ഷെ ഇത് ഞാൻ സൂം ചെയ്തതാണ്, കുറച്ചും കൂടെ സ്കെയിൽ ചെയ്തിട്ടുള്ള വ്യൂ ആണ്. അപ്പം നല്ലൊരു ഡാഷ് ക്യാമറയാണത്. അതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. പുള്ളി വാങ്ങിയ റേറ്റും കാര്യങ്ങളൊക്കെ. ആ സമയത്ത് വാങ്ങുന്ന സമയത്ത് 5000 കണ്ട പറഞ്ഞത്. ഇപ്പം കൂടിയിട്ടോ കുറഞ്ഞിട്ടൊക്കെ ഉണ്ടാവും. നല്ലൊരു ക്വാളിറ്റി ഉണ്ട് അതിൻ്റെ ഔട്ട്പുട്ട് എന്തായാലും. പിന്നീട് നമ്മൾ നേരെ വീട്ടിലോട്ട് പോവുക ചെയ്തത്. ഗൈസ്, ഞാൻ സത്യം പറഞ്ഞാൽ ആദ്യമായിട്ടാണ് സഫാരി സ്റ്റോം ഓടിച്ചത്. എൻ്റെ ലൈഫിൽ സഫാരി സ്റ്റോം ഓടിക്കാനുള്ളൊരു അവസരം കിട്ടിയതിന് താങ്ക്സ് അസ്ലംക്കാക്ക്. ഞാൻ സഫാരിയുള്ളൊരു ഇമാജിനേഷൻ തന്നെ തെറ്റിപ്പോയി. കാരണം അത്രയും കംഫർട്ട് ലെവലുണ്ട് ഇതിന്. ഞാൻ പല വണ്ടികൾ ഓടിച്ചിട്ടുണ്ട്, പക്ഷേ അതൊന്നും കമ്പയർ ചെയ്യാൻ നിൽക്കുന്നില്ല. പക്ഷേ സഫാരി സ്റ്റോം അതിൻ്റെ എല്ലാം മേലെയാണ് കംഫർട്ട് ലെവൽ കേട്ടോ. ഞാൻ പേരെടുത്ത് പല ബ്രാൻഡുകളും പറയുന്നില്ല, നമ്മളൊരു രീതിയല്ല. അപ്പോൾ എന്തായാലും ഈ വണ്ടി ഒരു രക്ഷയില്ല. നിങ്ങൾ സ്റ്റോമൊക്കെ എടുക്കാൻ താല്പര്യമുള്ളവർ എന്തായാലും സ്റ്റോമൊക്കെ ഒന്ന് പോയി ഓടിച്ച് നോക്കണം. ഓടിച്ച് നോക്കിയാൽ പിന്നെ സ്റ്റോം എടുത്തിട്ട് പോകും. അത്രയ്ക്ക് കംഫർട്ട് ഉണ്ട് ഓടിക്കാൻ. ആ റൈഡിങ് പൊസിഷൻ, സഫാരിയുടെ റൈഡിങ് പൊസിഷൻ വേറെ വണ്ടിക്കില്ല. ആ ഒരു പൊസിഷനും ഹാൻഡ്ലിങ്ങും എല്ലാം വേറെ ലെവലാണ്. അത്രയും ട്യൂൺ ചെയ്ത് എന്താ പറയുക, റിഫൈൻ ചെയ്ത എഞ്ചിനാണ്. സഫാരി ഡൈക്കോറിനേക്കാളും വാരിക്കോർ എഞ്ചിനാണ്. പിന്നെ ഇതാണ് നമ്മളെ ഫ്ലിപ്പ് കീ. സഫാരിയുടെ തന്നെ ടാറ്റയുടെ തന്നെ ഫ്ലിപ്പ് കീ ആണ്. അതിൽ തന്നെ നമുക്ക് ലൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റും പിന്നെ സെർച്ച് ലൈറ്റ് ഓപ്ഷൻസും എല്ലാം ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ സ്റ്റോമിൻ്റെയും ഡൈക്കോറിൻ്റെയും സ്റ്റാർട്ടിങ് സൗണ്ടും അതേപോലെ എൻജിൻ സൗണ്ടൊക്കെ ഒന്ന് നോക്കാം, കമ്പാരിസൺ. ഇതാണ് സ്റ്റോമിൻ്റെ സ്റ്റാർട്ടിങ് സൗണ്ട്. വളരെ നോയ്സ് കുറവാണ്. അടിപൊളി. നമ്മളെ ഇനി ഓഫ് ചെയ്താ ഓഫിങ് സൗണ്ട് നോക്കട്ടെ. ഫുൾ ലൈറ്റ് ഇട്ടിട്ടുള്ള ഇതാണ് ഇതിൻ്റെ പവർ ലൈറ്റാണ്. ഓഫ് ചെയ്തോ? ഇതാണ് ഓഫിങ്. ഒരു പ്രശ്നമില്ല. അല്ലെങ്കിൽ നമ്മളെ വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന സൗണ്ട് കേൾപ്പിച്ചാൽ. ചാവി എവിടെ? അതിന് ചാവി പിന്നെയും പോയാ? അതെ, എല്ലാം കുറച്ച് ഹാർഡായിരിക്കും. നമ്മളെ എൻജിൻ സൗണ്ട് നോക്കാം. ഡൈക്കോർ 2.2 2008 കേട്ടോ. മറ്റേത് 2014 മോഡലാണ്. കീ ഹോൾ കാണുന്നില്ല. എജ്ജാതി സൗണ്ടല്ലേ, ഭയങ്കര വ്യത്യാസമുണ്ട്. അടുത്ത് നോക്കിയാ ഭയങ്കര സൗണ്ടാണ് നമ്മളെ 2.2ൻ്റെ. ഇനി എൻ്റെ വണ്ടിക്ക് മാത്രമുള്ളതാണെന്ന് അറിയില്ല. 3 ലിറ്ററിന് കുറച്ചും കൂടെ പുറത്ത് സൗണ്ട് ഉണ്ടാവും, പക്ഷെ ഉള്ളിൽ സൗണ്ട് കുറവാണ്. സഫാരി ഞാൻ ആദ്യമായിട്ട് വീട്ടുമുറ്റത്ത് 2 സഫാരി.
ഓഫിങ് സൗണ്ട് നോക്കട്ടെ. ഓഫാക്കുന്ന സൗണ്ടല്ല, വണ്ടി നന്നായിട്ട് അങ്ങ് കുലുങ്ങും. ശീലി കാണുന്നില്ല, വീഡിയോയിൽ അങ്ങനെ കാണുന്നില്ല. ഇല്ല, വണ്ടീൻ്റെ ഒരു കുലുക്കം ഉണ്ടാവില്ല. ജെർക്കിങ് ആ ഇതിനകത്ത് കാലാൻ ഇറങ്ങാനൊക്കെ കുറച്ച് എനിക്കൊന്ന് ആ ഡോറിൻ്റെ ലോക്ക് കുറച്ച് താന്ന് വയ്ക്കുന്നല്ലേ, അത് ശരിയാക്കണം. അപ്പോൾ ശരി ഗൈസ്, ഞാൻ പറഞ്ഞതുപോലെ വളരെ ചുരുക്കി ചെയ്തൊരു വീഡിയോ ആണ്. ഞാൻ എന്താ പറയുക, ഇതിനായിട്ട് പ്രിപ്പയർഡൊന്നും അല്ലായിരുന്നു. പെട്ടെന്ന് അസ്ലംക്ക് നമ്മൾ വീട്ടിലേക്ക് വന്ന്, അപ്പോൾ വീട്ടിൽ കുറച്ച് പണിയൊക്കെ നടക്കുന്നതുകൊണ്ട് നമ്മൾ കുറച്ചൊരു അടുത്തുള്ളൊരു ഇൻട്രസ്റ്റിംഗ് പ്ലേസിൽ പോയി. അവിടുന്ന് വീഡിയോ എടുക്കുന്ന സമയത്ത് അവിടുന്ന് വീഡിയോ എടുക്കുമ്പോഴത്തേക്ക് തന്നെ വൈകുന്നേരം ഇരുട്ടായി, ഏകദേശം 6-7 മണിയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അധികം സമയം നമുക്ക് ചിലവഴിക്കാൻ പറ്റിയില്ല. എന്തായാലും മറ്റൊരു വീഡിയോയിൽ വീണ്ടും നമുക്ക് ഈ സഫാരി സ്റ്റോം ഒന്നും കൂടെ മീറ്റ് ചെയ്യാം ഇൻഷാ അല്ലാഹ്. അതുപോലെ മറ്റു വണ്ടികൾ ഒരുപാട് മീറ്റ് ചെയ്യുന്നുണ്ട്, അതൊക്കെ വീഡിയോസ് നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, നിങ്ങളെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ചെയ്യുക. എന്തായാലും മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണുമ്പോഴേക്കും ബൈ ബൈ.